കോളിഫ്ലവറിന്റെ അവസ്ഥ ഇതാണ് ട്ടോ. ഇത് അറേഞ്ച് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത് അത് വാങ്ങിയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഞാനത് മാറ്റി വെച്ചു. സോ നമുക്ക് ക്രോഷേയുടെ കുറച്ച് ബേസിക്സ് പഠിച്ചാലോ? ഞാൻ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഞാൻ പഠിച്ചൊരു രീതി ഞാൻ പറഞ്ഞുതരാം ട്ടോ. ഞാൻ ചെയ്യുന്ന രീതി. സോ ഒന്നുമില്ല, ഇതാ നമ്മുടെ യാൺ എടുത്തിട്ട് ഇതിന് കുറേ മെത്തേഡൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും സെറ്റ് ആയിട്ടില്ല. ഓക്കെ ആക്കണം എന്തായാലും. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് താഴെയുള്ള യാൺ ഉണ്ടല്ലോ അത് ജസ്റ്റ് നീഡിൽ വഴി വലിച്ചെടുത്തിട്ട് മുകളിലുള്ള യാണിനെ ഒന്നുള്ളിലോട്ട് വലിച്ചെടുത്താൽ സ്ലിപ്പ് നോട്ട് അവിടെ ഫോം ആയി ട്ടോ. ഇതാണ് ക്രോഷ്യയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ട്ടോ. പിന്നെ അടുത്തതാണ് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് ആണ് കേട്ടോ ക്രോഷ്യയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യമാണിത്. ജസ്റ്റ് ഇതാ ഈ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ യാണ് ഈ ഹുക്കിന് മുകളിലൂടെ വെച്ചാൽ ആ വെക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ യാൺ ഓവർ എന്ന് പറയാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഒന്ന് വലിച്ചെടുക്കുക. സോ ചെയിൻ സ്റ്റിച്ച് അവിടെ ഫോം ആവും. ഇതാ ഇങ്ങനെ എടുക്കുക കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഹുക്ക് ചെയിനിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് ലൈക്ക് നമ്മുടെ യാൻ്റെ മുകളിലൂടെ വെച്ചിട്ട് അതൊന്ന് താഴേക്ക് വലിച്ചെടുക്കുക. ആ ഒരു ചെയിനിലൂടെ അതൊന്ന് വലിച്ചെടുക്കുക. സോ നമുക്കവിടെ ചെയിൻ സ്റ്റിച്ച് ഫോം ചെയ്യാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യം കൂടിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് വലിച്ചെടുക്കാനും പറ്റും കേട്ടോ. കണ്ടില്ലേ, എൻ്റെത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് ഉള്ളതെന്നാണ് തോന്നുന്നത്. കാരണം ഞാനത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി യാണ്ട ഒരു പ്രശ്നം